ഇതാരാ ഇതെന്നോ? അതെ ഏഞ്ചലെ ഡൗട്ട് ചോദിച്ചോട്ടെ. എന്താ? അല്ല ഏഞ്ചൽ എന്തിനാ എന്നെ രക്ഷിച്ചത്? ഞാനിതിനു മുമ്പ് ഏഞ്ചലിനെ കണ്ടിട്ടില്ലല്ലോ. രക്ഷിച്ചത് എന്തിനാണെന്നോ ഞാൻ പറഞ്ഞു തരാം. ഒരു രാത്രി ഓർമ്മയുണ്ടോ മോൾക്ക്? ഏത് രാത്രി? മോളുടെ റൂമിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നു. മോളുടെ അമ്മയെ ആരോ അടിച്ചെന്ന് പറഞ്ഞു. അതെ, ഞങ്ങളുടെ ലോകത്തിനൊരു ശത്രുവുണ്ട്, ഒരു ബാഡ് എവിൾ. ആ എവിള് എന്നെ പിടിക്കാൻ വേണ്ടി വരികയായിരുന്നു. അതായത് എന്റെ ശക്തികളെല്ലാം ചോർത്തിയെടുത്ത് അത് അവൾക്ക് എടുക്കുവാൻ വേണ്ടി. ആ സമയത്താണ് ഞാൻ നിന്റെ റൂമിലേക്ക് കയറുന്നത്. മോള് ശരിക്കും മോളുടെ പ്രശ്നത്തിനായിരുന്നു അവിടെ വഴക്ക് വെച്ചിരുന്നേ. മോളങ്ങനെ പലതും പറഞ്ഞില്ലായിരുന്നു. ഞാൻ അവളെ തീർക്കും, ഇനി അടിക്കാൻ തീർക്കും. അതൊക്കെ കേട്ട് ആ എവില് അവിടെ വിട്ടുപോയി. അന്ന് എനിക്ക് മോളോട് ചെറിയ കടപ്പാട് തോന്നി. അത് വീട്ടാൻ വേണ്ടി ഞാൻ മോക്ക് സംരക്ഷകയായി നിന്നതാ. പക്ഷെ എനിക്ക് മോളെ തീർച്ചയായും രക്ഷിക്കാൻ പറ്റില്ല. കാരണം മനുഷ്യന്റെ മുമ്പിൽ എനിക്ക് പ്രത്യക്ഷപ്പെടാൻ പാടില്ല. നിങ്ങൾക്ക് കുട്ടികളുടെ മുമ്പിലല്ലാതെ മനുഷ്യന്റെ മുമ്പിൽ ഞാൻ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഞാനറിയാതെ ഞാൻ ഏജന്റിനെ സഹായിച്ചോ? അതെ, ആ സഹായത്തിന് കടപ്പാടിന് വേണ്ടിയാ ഞാൻ നിന്നെ രക്ഷിച്ചത്. പക്ഷേ അതിപ്പോ നിന്നോടുള്ള ഒരു ദ്രോഹമാണെന്ന് എനിക്ക് തോന്നുന്നു. അതെന്താ ഏഞ്ചലെ? നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. നീ വിചാരിക്കുന്ന പോലെ ഈ ലോകത്ത് എല്ലാവരും ഏഞ്ചൽസ് അല്ല, ഒരുവിധം എല്ലാവരും ഡെവിൾസ് ആണ്. അതിന് കാരണം എന്താ ഏഞ്ചലെ? റാണിയും ഞാനും അല്ലാതെ ഇവിടെ മറ്റൊരു ഏഞ്ചൽസ് ഇല്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കിവിടെ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. എന്റെ ഫാമിലിയെ മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. എനിക്കൊരു കുഴപ്പമില്ല. നീ വിചാരിക്കുന്ന പോലെ ഇവിടെ അത്ര സേഫ് അല്ല. ഇവിടേക്ക് മനുഷ്യരെ കൊണ്ടുവന്നാൽ ഡെവിൾസ് ചെയ്യുന്നത് എന്താണെന്ന് നിനക്കറിയോ? പക്ഷെ റാണി വിചാരിച്ച നിന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ പറ്റും. അല്ല, നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് ചാടി ആ കുഞ്ഞി കെട്ടുണ്ടല്ലോ, അത് നിങ്ങൾ ഒഴിവാക്കിയില്ല? അയ്യോ ഇല്ലല്ലോ. ആരെ വിളിക്കുന്നുണ്ടല്ലോ? ഇവിടെ താഴേക്ക്. ആരാ ഇത്? ഇങ്ങോട്ട് നോക്കി ചാപ്പി. അയ്യോ, ഇവർക്ക് ഞാൻ എങ്ങനെ ഇവിടുന്ന് രക്ഷിക്കും? ഞാൻ എന്താ പണ്ടത്തിൽ വെച്ചത്? ഈ കുട്ടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഇപ്പൊ തന്നെ ആ വഴി ഞാൻ അടക്കാൻ പോവാ. അയ്യോ, ഏഞ്ചൽ എവിടെ പോയി? ഇതേതോ സ്ഥലം? പൊട്ടന്മാരെ, നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവിടെ ഒരു കുജ്ജുണ്ടായിരുന്നു, അയക്കൊരു ചാടിന്ന് ആരോ അവിടുന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് ചാടി നോക്കിയതാണ്. അപ്പത്തെ ഇവിടെ അങ്ങോട്ട് എത്തി. എടാ പൊട്ടനെ, നിങ്ങൾക്ക് എല്ലാം പറഞ്ഞുതരാം. എന്നാ വേഗം പറ, എന്ത് സംഭവിച്ചത്? എന്റെ മോളെ, നമ്മൾ പെട്ടല്ലോ. എന്ത് പടലേ, ഈ ലോകം എനിക്കല്ല ഇഷ്ടപ്പെട്ടെ. ഇജാബേ, ഇന്നെ ഇവിടുന്ന് രക്ഷിച്ചാളാ. കാക്കൂനെ ഇവിടുത്തേനെ നിർത്തിക്കോ. ഇനി മണ്ടന്മാരെ, ഞാൻ തന്നെ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന ആലോചിച്ച് നിൽക്കുന്നു. പാവ ഏഞ്ചലി, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ ഒരുപാട് സങ്കടിച്ച് നിൽക്കായിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല, പെട്ടെന്ന് പറ്റിയ അബദ്ധമൊക്കെ പറഞ്ഞു നിൽക്കുന്നു. ഇപ്പൊ നിങ്ങൾ നാലാളെ ഇനിയും കൂടെ എങ്ങനെ ഇവിടുന്ന് രക്ഷിക്കുക? അത് ഞാൻ ആലോചിക്കണേ. എനിക്ക് തോന്നുന്നത് നമ്മുടെ കാര്യം തീർന്നു. ഏഞ്ചലും ഞാൻ എങ്ങനെയും ഇവിടുന്ന് രക്ഷിച്ചത് പറഞ്ഞതായിരുന്നു. ഇപ്പൊ നിങ്ങൾ നാലും കൂടെ വന്നോണ്ടെങ്കിൽ ഇപ്പൊ എന്താ കാട്ടുന്നാവാ? കഥയിലൊക്കെ ഞാൻ വായിച്ചിക്കണേ, ഈ ഡെവിൾസ് മനുഷ്യന്മാരെ ബലി കൊടുക്കും. അപ്പൊ നമ്മളൊക്കെ അവർ കൊല്ലോ? അല്ലവളെ, ഏഞ്ചൽ പറഞ്ഞനുസരിച്ച് അന്നെ ആരോ കൊല്ലാൻ നോക്കണ്ടെന്നല്ലേ? ആരെ പന്നെ കൊല്ലാൻ നോക്കണേ? അതൊന്നും എനിക്കറിയില്ല മോളെ. ആരോ എന്നെ കൊല്ലാൻ നോക്കണ്ട്, അത് മാത്രം എനിക്കറിയാം. അപ്പൊ അതെന്താ ഏഞ്ചൽ പറഞ്ഞതീരടി? ഇല്ല, അത് പറഞ്ഞത് ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന പറഞ്ഞത്. അപ്പൊ അന്നെ കൊല്ലാൻ വന്നിന്ന് അറിയുന്നു ഒരു ഗുണ്ട. ആ ഗുണ്ടനെ ഏൽപ്പിച്ച് ആ ഏഞ്ചലിക്ക് പറഞ്ഞില്ല. ആ ഗുണ്ട ഇവിടെ എത്തിക്കണു. അയാളെന്നെ അവിടെ തീരാപാരാ നടക്കണു. അയാൾ ഡെവിൾസ് മേലിച്ചോട്ടെ, നമ്മളെ രക്ഷിച്ചാൽ മതിയായിരുന്നു. മിക്കവാറും നമ്മളിവിടെ മയ്യത്താവും. പക്ഷെ എനിക്ക് ഇവിടെ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടോ. ഭയങ്കര ഒരു ഫാന്റസി ലുക്ക്. അതാ എന്റെ ഏഞ്ചൽ വന്നിരുന്നു. ഏഞ്ചൽ കണ്ടു നോക്കിയില്ലേ ഫ്രണ്ട്സ്? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്, ഞങ്ങളല്ല. അത് എനിക്ക് എന്റെ മന്ത്രശക്തി കൊണ്ട് മനുഷ്യരെ ഒന്നും ചെയ്യാനുള്ള കഴിവ് തന്നിട്ടില്ല റാണി ദേവത. അതുകൊണ്ടാ ഞാൻ ഇച്ചപ്പ എങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് മറ്റൊരു വഴിയിലായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇവക്കുന്ന മാന്ത്രിക ശക്തി വെച്ച് ആ ഗുണ്ടകളെ തരപ്പെടുത്തിയാൽ പോരായിരുന്നോ? അവർക്കിട്ടൊരു പണി കൊടുത്താൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ആ ചെടി മാറ്റിയാൽ പോരായിരുന്നോ എന്നൊക്കെ. മനുഷ്യരുടെ ഒരു പ്രവൃത്തിയെ ഇല്ലാതാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുപോലെ അവർക്കെതിരെ ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതിനുള്ള സമ്മതം എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല. അതിനുള്ള ശക്തികൾ എനിക്ക് തന്നിട്ടില്ല. എനിക്ക് ഭൂമിയിൽ പോയി കറങ്ങി മനുഷ്യരെ അവരറിയാതെ സഹായിക്കാൻ മാത്രമേ കഴിയൂ. അറിഞ്ഞുകൊണ്ട് ഇതുപോലെ സഹായിക്കാൻ പറ്റില്ല. ഇവിടുന്ന് എനിക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റൂ? ഇവിടെ വെച്ചാണെങ്കിൽ എനിക്ക് അവരെ സഹായിക്കുകയും ചെയ്യാം, അവർക്ക് മന്ത്രങ്ങൾ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യാം. ഞാൻ അതൊക്കെ മനസ്സിൽ വിചാരിച്ച ഈ ചാപ്പയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ എത്തിയതിനു ശേഷമാ എനിക്ക് ഇവിടെ ഫുൾ ഡെവിൾസ് ആണെന്ന കാര്യം ഓർമ്മ വന്നത്. ശക്തി ഉണ്ടാക്കാൻ പറ്റൂലേ മനുഷ്യരുടെ മേത്തേക്ക്? ഇവരൊക്കെ വലുതാക്കിക്ക, ഇവരിങ്ങനെ കാണാൻ വെക്കണിയാ. ഓക്കെ ആണോ? ഇത് ഓൾവേസ് ഓക്കെ. ഏഞ്ചൽ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ ഇവരെല്ലാവരും പെട്ടില്ലേ? നിങ്ങൾ ഇച്ചാപ്പെ രക്ഷിച്ചതിന് നന്ദിയുണ്ട്. പക്ഷെ ഇപ്പൊ എന്തായാലും ഇച്ചാപ്പെ പെട്ടിരിക്കല്ലേ? ഡെവിൾസ് എന്താ ഞങ്ങൾ ചെയ്യാൻ? അതെന്താന്ന് വെച്ചാ അത് നിങ്ങൾ ഇപ്പൊ അറിയണ്ട. എനിക്ക് പറ്റിയൊരു അബദ്ധം. അതിന് നിങ്ങൾ ഒരിക്കലും ഒന്നും അനുഭവിക്കേണ്ടി വരില്ല. ഞാൻ നിങ്ങൾക്ക് രക്ഷയായിട്ടുണ്ടാകും. നിങ്ങളെ ഞാൻ തിരിച്ച് വീട്ടിൽ എത്തിച്ചിരിക്കും. പക്ഷെ തിരിച്ചു വീട്ടിൽ പോയാ വീണ്ടും എന്നെ കൊല്ലാൻ വന്നവർ വീണ്ടും വരില്ല. ഇല്ല, അത് വരില്ല.
അവരാരാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ ഇപ്പോഴല്ല, നിങ്ങൾ പോകാൻ സമയത്ത് നിങ്ങൾ എനിക്ക് സമയം തരണം. പെട്ടെന്നൊന്നും എന്നെ കൊണ്ട് നിങ്ങളെ തിരിച്ചെത്തിക്കാൻ കഴിയില്ല. പാവ ഏഞ്ചൽ. ഏഞ്ചൽ എത്ര ടൈം വേണമെങ്കിലും എടുത്തോ. ഏഞ്ചൽ വിഷമിക്കണ്ട. ഏഞ്ചലിന് പറ്റില്ലല്ലോ. ഏഞ്ചൽ എന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. അതെന്നെ ഇച്ചാപ്പിന്റെ ജീവിതങ്ങൾ തിരിച്ചു തന്നു. അതിന് നന്ദി. അതെ, ഞങ്ങൾ ഇച്ചാപ്പയ്ക്ക് വേണ്ടി എന്ത് സഹായിക്കാൻ തയ്യാറാ. ഇങ്ങനെ വേണം സൗഹൃദങ്ങളായ. ഡെവിൾസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞു തരാം. വരൂ, നമുക്ക് റാണിദേവതയുടെ അടുത്ത് പോകാം. റാണിദേവത ക്യൂൻ ഓഫ് ദ ഫെയറി വേൾഡ്. പക്ഷെ ഇപ്പോൾ ഈ ഫെയറി വേൾഡ് ഭരിക്കുന്നത് ദേവതയല്ല, പിന്നെ ആരാ? എനിക്ക് തോന്നുന്നു നിങ്ങൾ റാണിയെ സഹായിച്ച റാണി നിങ്ങളെ സഹായിക്കുന്നത്. ഇതാണ് കൊട്ടാരം. ഈ കൊട്ടാരത്തിൽ എന്ത് സന്തോഷത്തോടെ ആയിരുന്നറിയോ ഞങ്ങൾ ഫെയറികൾ എല്ലാവരും റാണിയുടെ കൂടെ ജീവിച്ചിരുന്നത്. പിന്നീട് നിങ്ങൾക്ക് എന്താ പറ്റിയത്? അതെല്ലാം സമയമാകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ എന്താ ഫെയറികൾക്ക് പറ്റിയത്? അത് വലിയ കഥയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പൊ ഈ കൊട്ടാരത്തില് ഞങ്ങളുടെ ഫെയറിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ തോഴിമാരും. ഞങ്ങള് ബാക്കി ഫെയറികളൊന്നും ഇപ്പൊ ഈ കൊട്ടാരത്തിലില്ല. അപ്പൊ കുറെ ഫെയറീസ് ഉണ്ടായിരുന്നോ ഇവിടെ? അതെ, കുറെ ഫെയറീസ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ കൊട്ടാരത്തിന് ചുറ്റും ഫെയറീസ് ആയിരിക്കും. ഫെയറീസ് എല്ലാവരും ഉണ്ടായിരുന്ന കാലത്ത് എല്ലാവരും കൊട്ടാരത്തിലായിരുന്നു. ഞാനടക്കം കൊട്ടാരത്തിലായിരുന്നു. പിന്നീട് ഞാനും റാണിയും മാത്രമായി. പിന്നെ എനിക്ക് റാണിക്കും ഒരുമിച്ച് കഴിയാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടായി. അതുകൊണ്ടാ ഞാൻ സെപ്പറേറ്റ് കൊട്ടാരത്തിൽ താമസിക്കുന്നത്, എന്റെ കൊച്ചു കൊട്ടാരത്തിൽ. നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അതെന്നെ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? അന്ന് ഞങ്ങൾക്ക് പെരി പോണം. അതിനുവേണ്ടി തന്നെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒന്നും മനസ്സിലാവണില്ല കേട്ടോ. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? അതെ, നിങ്ങൾ എന്തേ പറയുന്നേ? ഫെയറീസ് പോയി എന്നൊക്കെ. എന്തൊക്കെയാ ഇത്? ഏഞ്ചൽ, ക്യൂൻ, എന്തിനാ ഏഞ്ചൽ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ എന്നോട് പറഞ്ഞതല്ലേ? ബട്ട് ക്യൂൻ, ഞാനൊരു അബദ്ധം കാണിച്ചു. എന്തബദ്ധം? ഞാനൊരു കുട്ടിയെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു? അതെ, എന്നെ ഡെവിലിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച ആ കുട്ടിക്ക് ജീവന് ഭീഷണി ഉണ്ടായിരുന്നു. അവളെ രക്ഷിക്കാൻ എനിക്ക് വേറെ മാർഗമില്ല. അതുകൊണ്ട് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നീ എന്ത് ചെയ്തത് ഏഞ്ചൽ? ഇനി അവളെ നമ്മൾ എങ്ങനെ ഇവിടുന്ന് തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കും? അതിന് നമുക്ക് വഴിയില്ല. അതിന് ഉള്ള വഴി നിനക്ക് അറിയാലോ. അതെ, ആ വഴി നടക്കില്ലല്ലോ. അതെ, അതന്നെ ഞാൻ നിന്നോട് പറഞ്ഞത്. എന്തിനാ നീ അവളെ കൊണ്ടുവന്നു? മറ്റൊരബദ്ധം കൂടി സംഭവിച്ചു. ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉപയോഗിച്ച മാർഗം ഞാനത് ഇല്ലാതാക്കാൻ വിട്ടുപോയി. അതിലൂടെ വേറെയും ചില മനുഷ്യർ ഇവിടെ എത്തിപ്പെട്ടു. ഏഞ്ചൽ, നീ എന്താ ചെയ്തത്? മുമ്പായിരുന്നെങ്കിൽ നമുക്ക് അവരെ ഈസിയായി പുറത്താക്കാമായിരുന്നു. അന്നിന്റെ കയ്യിൽ ഒരു റാണിയുടെ ശക്തികളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ നിസ്സഹായാണ് ഏഞ്ചൽ. ഇത്രയും പേരോ കുട്ടികളെ? ഏഞ്ചൽ, your queen is more beautiful. എന്തൊരു രസാണ് നിങ്ങളെ കാണാൻ. ഞാൻ വലിയ ചെക്കനെ നിങ്ങളെ കെട്ടിയിട്ടുണ്ടാവും. ഏഞ്ചൽ, ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇവരെ എന്തിനെങ്ങോട്ട് കൊണ്ടുവന്നു? എന്ത് ഭംഗിയാ നിങ്ങളെ കാണാൻ. ഞങ്ങളുടെ ക്യൂൻ എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആ. പിന്നെ എന്താ നിങ്ങളുടെ കൊട്ടാരത്തിന് ഫെയറീസിനൊക്കെ സംഭവിച്ചത്? അതവിടെ നിൽക്കട്ടെ. അതവിടെ നിൽക്കട്ടെ. ഇവരെ ഞാൻ എങ്ങനെ പുറത്തേക്കും? ഏഞ്ചൽ, നീ ചെയ്തത് വല്ലാത്തൊരു പണി. ഇവരെ ഇവിടുന്ന് രക്ഷിക്കാൻ നമുക്കൊരു മാർഗവുമില്ല. അതെന്താ? അതിനൊരു വലിയ കാരണമുണ്ട്. കുറെ നേരങ്ങൾ കാരണം പറഞ്ഞു. എന്താ കാരണം? ഇവിടെ പറഞ്ഞേരി. അതിനെ പറയാം. അതിനു മുമ്പ് നിങ്ങളെ രക്ഷിക്കാനുള്ള വഴി കണ്ടെത്തണം. രക്ഷിക്കാനൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ കൊട്ടാരത്തിനും നിങ്ങളുടെ ഫെയറീസിനും നിങ്ങൾക്കുമൊക്കെ എന്താ സംഭവിച്ചത്? പറയാം കുട്ടികളെ.